ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഹൗറ SMVT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റിന് ഇവിടുന്ന് വിശാഖപട്ടണത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവാണ്. ഹൗറയിൽ നിന്ന് വരുന്ന വണ്ടി ആകുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കച്ചറ വണ്ടി ആവാനാണ് ചാൻസ്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ പുതിയ ട്രെയിനായ കൊല്ലം വിശാഖപട്ടണത്തിൽ കയറി വിശാഖപട്ടണം വന്നതാണ്. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഹൗറ SMVT ബാംഗ്ലൂർ വണ്ടിക്കാണ്. അപ്പോൾ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വിശാഖപട്ടണം സ്റ്റേഷനുള്ളത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ വോൾട്ടെയർ ഡിവിഷൻ. പണ്ട് വിശാഖപട്ടണത്തിൻ്റെ ഈ ബ്രിട്ടീഷുകാരുടെ പേരാണ് വോൾട്ടെയർ. അപ്പോൾ വോൾട്ടെയർ ഡിവിഷൻ എന്നാണ് പേരുള്ളത്. ഇവർ ആ ബ്രിട്ടീഷുകാരുടെ പേരൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, ഏക്കെടുത്ത് മാറ്റിക്കൂടല്ലേ. വിശാഖപട്ടണം ഡിവിഷനാണ് ഇത്, നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആണ്. ഈ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഇവർ മാറ്റിയിട്ട് ഈ ഒരു ഭാഗം സൗത്ത് കോസ്റ്റ് റെയിൽവേ ആക്കാൻ പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഉടനെ ആവുമെന്നൊക്കെ എന്ന് കേട്ടു. ആവുകയാണെ കൊള്ളാം. കാരണം ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഒരു പിഴച്ച ഒരു സോണാണ്. സ്റ്റേഷൻ കച്ചറാണെങ്കിലും സ്റ്റേഷന് പുറകിൽ നിൽക്കുന്ന ആ മലനിരകൾ കേട്ടോ നല്ല രസമല്ലേ കാണാൻ വേണ്ടി. ആ ഒരു മല നിൽക്കുന്ന കാരണം സ്റ്റേഷന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കിടിലമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വിശാഖപട്ടണം സ്റ്റേഷൻ്റെ ബാക്കിലത്തെ വ്യൂ ഉണ്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാ വണ്ടി ലോക്കോ റിവേഴ്സിലടിക്കും. അതാണ് ഈ വിശാഖപട്ടണം സ്റ്റേഷൻ്റെ മെയിൻ ഡ്രോബാക്ക്. ഇങ്ങനെ ഒരു മെയിൻ സിറ്റിയിലെ ഒരു സ്റ്റേഷൻ പടുത് വെച്ച് ആരാണോ അവൻ്റെ തലമണ്ടയ്ക്ക് ഇട്ട് കൊടുക്കണം ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഇതിലെ പോകുന്ന വണ്ടികളെല്ലാം ഈ മെയിൻ ലൈനിൽ നിന്ന് വിശാഖപട്ടണത്തേക്കിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് കയറി വരണം. അപ്പോൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ കുറേ ഗുഡ്സിൻ്റെ ലൈനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കാരണം ഇങ്ങോട്ടേക്ക് ഈ ലോക്കോ റിവേഴ്സിന് വരുന്ന വണ്ടിയെല്ലാം ലേറ്റ് ആവുന്നു. അതുപോലെ ലോക്കോ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ സമയമെങ്കിലും എടുക്കും മിനിമം. അങ്ങനെ എല്ലാ വണ്ടിയും ലേറ്റ് ആവും. ഈ ഒരു ഒറ്റ സ്റ്റേഷനിൽ കയറുന്ന കാരണമാണ് എല്ലാ വണ്ടിയും മണിക്കൂറോളം ലേറ്റ് ആവുന്നത്. അതറിയോ? ഈ ഒരു സ്റ്റേഷൻ ആരാണ് ഇതിൻ്റെ ലേഔട്ടൊക്കെ കണ്ടുപിടിച്ചത്? ഒരു സ്റ്റേഷൻ പണിയുമ്പോൾ കുറച്ചെങ്കിലും ബോധം വേണ്ടേ? ഈ റിവേഴ്സൽ എന്ന പരിപാടി എന്ത് ചടങ്ങുള്ള പരിപാടിയെന്നറിയോ? നിങ്ങൾ വിശാഖപട്ടണത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കാൻ അറിയാൻ പറ്റും. അതായത് നമ്മൾ ഈ സാമൽക്കോട്ട് ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകൾ ഹൗറ ഭാഗത്തേക്ക് ഭുവനേശ്വർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ എല്ലാം ഈ വിശാഖപട്ടണത്തേക്ക് ഡൈവേർട്ടായിട്ട് അങ്ങോട്ട് കയറി ഡൈവേർട്ടായി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ലോക്കോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അങ്ങോട്ടേക്ക് എൻഡാണ്. അപ്പോൾ ലോക്കോ പുറകെ കൊണ്ട് വേറെ പിടിപ്പിച്ചിട്ട് അത് വിട്ട് കഴിഞ്ഞ് ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കും. 1 മണിക്കൂറൊക്കെ എടുത്ത സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് അത് തിരിച്ച് ഭുവനേശ്വർ ഭാഗത്തേക്ക് പോകും. എത്ര ടൈം ലോസാണ്. നമ്മളവിടെ നിന്ന് വിടുന്ന വണ്ടികൾ ആകെ വിശാഖപട്ടണം ബൈപ്പാസ് ചെയ്യുന്ന നമ്മുടെ ഹൗറ എറണാകുളം അന്ത്യോദയം ഉണ്ട്, പിന്നെ മറ്റേ ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഭയങ്കര ഹോണടിയാണ്. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ്സും ഇത് രണ്ടും വിശാഖപട്ടണം ബൈപ്പാസ് ചെയ്താൽ പോകുന്നത്. അതുകൊണ്ട് അത്രയും സമയലാഭമുണ്ട് രണ്ട് വണ്ടിക്കും. കച്ചറ സ്റ്റേഷനാണ് വിശാഖപട്ടണം എന്ന് പറയുന്നത്. കച്ചറ എന്ന് വെച്ചാൽ ഈ ട്രാക്കിൽ കിടക്കുന്ന കച്ചറ ഉണ്ടോ നിങ്ങൾ നോക്ക്. വൃത്തികേടിൻ്റെ അങ്ങേയറ്റം നോക്ക്. എന്തുപാട് ഇത്. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. വേണ്ട ആ WIP4 വെച്ചുകൊണ്ട് വരുന്ന വണ്ടി കണ്ടോ. നമ്മുടെ ഷാലിമാറിൽ നിന്നും വാസ്കോഡഗാമയ്ക്ക് പോകുന്ന അമരാവതി എക്സ്പ്രസ് ഉണ്ടല്ലോ, അതാണ് വരുന്നത്. നമ്മുടെ ഹൗറ SMVT ഇപ്പോൾ ഒരു മണിക്കൂർ ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും ലേറ്റാണ് ആ വണ്ടി, എപ്പോഴും ഒരു മണിക്കൂർ ലേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇതിൻ്റെ പുറകിലുണ്ട്. അതൊരു 1.25 വരും. അതാ വരുന്നത്. നമ്മൾ പോകുന്ന വണ്ടി സന്ത്രാഗച്ചിയുടെ ഒരു WIP7 ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഹൗറ SMVT ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ ഈ വണ്ടിക്കാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ലോക്കോ റിവേഴ്സിൽ നോക്കിയിട്ട് ഏത് ലോക്കോ ആണ് ഇവർ കൊടുക്കുന്നത് നോക്കാവേ. അടുത്ത വാഗൺ ട്രാജഡി. എന്തുവാണ് ഇത്? അയ്യോ, സമ്മതിക്കണം കേട്ടോ ഇതിലൊക്കെ പോകുന്നവരെ. കുത്തി നിറച്ച ആള്. നമ്മുടെ കോച്ച് A2 ആണേ. ഞാനിതിന് തൽക്കാലം എടുത്ത കേട്ടോ. 2 ടയറൊന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ, AC 2 ടയർ. ഇതന്നെ ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴേ ഇന്ത്യൻ റെയിൽവേ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ഇപ്പോൾ IR എന്നാണ് ഇപ്പോൾ കോച്ചിൽ എഴുതുന്നത്. നമ്മുടെ ഇവിടെ ആയി വരുന്നേ ഉള്ളൂ. അതായത് ഇപ്പം സോൺ മാർക്കിംഗ് ഇവർ കൊടുക്കത്തില്ല ഇനി മുതലെല്ലാം ഇതേപോലെ IR എന്ന് പറഞ്ഞ് ഭാരതീയ റെയിൽവേയുടെ മാർക്കിംഗ് ആയിരിക്കും കൊടുക്കുന്നത്. ചില കോച്ചിലൊന്നുമില്ല, പക്ഷേ ഇനി വരുന്ന കോച്ചുകളെല്ലാം ഇതേപോലെ ആയിരിക്കും. IR എന്ന് പറഞ്ഞോ ഭാരതീയ റെയിൽവേ. അപ്പോൾ സോൺ നമുക്ക് ഏത് സോണിൻ്റെ കോച്ചെന്ന് അറിയാൻ പറ്റത്തില്ല. ഇനിയെല്ലാം യൂണിഫൈഡാണ്. എല്ലാം ഒറ്റ ഒരു കുടക്കീടലൊക്കെ പറയത്തില്ല, അതേപോലത്തെ സംഭവമാണ്. അപ്പോൾ ഇനി മുതൽ IR ആണ് കേട്ടോ. ഇനി മുതൽ നമുക്ക് സോൺ മാർക്കിംഗ് കോച്ചുകളൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല.
സ്ലീപ്പറുണ്ട്, ജനറൽ പോലെ തന്നെ ആസ് യൂഷ്വൽ സ്വാഭാവികമാണ്. ഷോ എൻ്റെ ദൈവം, ഒരു സീറ്റിലൊക്കെ എത്ര പേരെ ഇരിക്കുന്നത് നോക്ക്. സമ്മതിക്കണം, കോച്ചുകളൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ചില കോച്ചുകളൊക്കെ വൻ ശോകമാണ്, പക്ഷെ ചില കോച്ചൊക്കെ കുഴപ്പമില്ല, പ്രതീക്ഷയിലും കൊള്ളാം. ഷോ എന്തുവാടേ ഓരോരുത്തന്മാരൊക്കെ ഇരിക്കുന്നു, എങ്ങനെ ഇതിനകത്ത് ഇരിക്കുന്നു നോക്ക്. ജനറലിനെക്കാട്ടും അവസ്ഥ മോശമാണ് സ്ലീപ്പറിൽ നോക്ക്. അയ്യോ, ഒരു സൈഡ് ലോവർ ബർത്തിലൊക്കെ 4-5 പേരൊക്കെ ഇരിക്കുന്നത്. സമ്മതിക്കണം കേട്ടോ. ജനറലൊക്കെ അതിലൊക്കെ ശോകമാണ് നോക്ക്. വൃത്തിയില്ല, ഭയങ്കര സ്മെല്ലും. ഇതൊക്കെ ഏത് കാലത്ത് മാറുമല്ല നമ്മുടെ ഇവിടെയൊക്കെ. നമ്മുടെ വണ്ടി വന്നു, ഇനിയിപ്പോൾ ഇവർ ലോക്കോ പുറകിൽ നിന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ പിടിപ്പിക്കും. അപ്പോൾ ആ ലോക്കോ ആയിരിക്കും ഈ വണ്ടീനെ SMVT ബാംഗ്ലൂർ വരെ കൊണ്ടുപോകുന്നത്. ഇതാണ് ട്രെയിൻ ബോർഡ്, ഹൗറ SMVV ബംഗളൂരു SF എക്സ്പ്രസ്. ഇവിടെ ആക്ച്വലി ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ മിക്കവാറും ഈ 2 വണ്ടി കയറും. ഇത് ഞാൻ പറഞ്ഞ അമരാവതി എക്സ്പ്രസ്, അത് പ്രശാന്തി എക്സ്പ്രസ്, അതും ബാംഗ്ലൂർ പോകുന്നതാണ്. പക്ഷേ അത് ബാംഗ്ലൂർ എത്തുന്ന ഉച്ചയ്ക്കാണ്. നമ്മൾ രാവിലെ ബാംഗ്ലൂർ എത്തും. ഡിലേ ഉണ്ടെങ്കിൽ നമ്മളൊരു 8 മണി റേഞ്ചിലൊക്കെ ബാംഗ്ലൂർ എത്തും. ഇത് ഉച്ചയ്ക്ക് എത്തുന്നതാണ്, ഇത് കറങ്ങി അടിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യം ആര് പോകുന്നതാണ് ഇപ്പോൾ ഒരു സംശയം. മിക്കവാറും അതായിരിക്കും ആദ്യം പോകുന്നത്, രണ്ടാമത് ഇത് പോകുമായിരിക്കും, മൂന്നാമതായിരിക്കും നമ്മൾ പോകുന്നത്. അതാ നമ്മുടെ വണ്ടിക്ക് ഇവിടെ നിന്ന് വിശാഖപട്ടണത്ത് നിന്ന് കൊടുക്കുന്ന ലോക്കോ വേണ്ട വന്നിരിക്കുകയാണ്. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ലോക്കോ വന്നു. ലാലാഗുഡ ലോക്കോ ഷേട്ടിൻ്റെ ഒരു WP7 ആണ് 30691. അപ്പോൾ ഈ ലോക്കോ ആണ് ഇതിനെ SMVT ബാംഗ്ലൂർ വരെ കൊണ്ടുവന്നത്. ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം ലാലാഗുഡയുടെ ലോക്കോ ആണ് കേട്ടോ. അപ്പോൾ ഇവനാണ് നമ്മുടെ സാരഥി. അതേ മറ്റേ പ്രശാന്തി എക്സ്പ്രസ് കണ്ട് അവിടെ നിന്ന് ഹോൺ അടിച്ചാണ്ട് പുറപ്പെടാൻ പോവാണ്. അപ്പോൾ മിക്കവാറും അതും പോയിട്ട് ഇതും പോയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മുടെ ലോക്കൽ കണ്ട് വന്നതേ ഉള്ളൂ, പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി കോച്ചിൽ പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് കണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ബർത്ത് സൈഡ് അപ്പറാണ്, ഡോറിൻ്റെ അടുത്ത് 6ാമത്തെ നമ്പർ കേട്ടോ. കയറുന്ന അവിടെ തന്നെ. ഇവിടെയാണ് നമ്മുടെ ബർത്ത്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെയാണ് നമ്മുടെ ബർത്ത്. കണ്ട സൈഡ് അപ്പറിനും സൈഡ് ഡോറിനും കൂടെ ഒറ്റ കർട്ടൻ. എന്തുവാടി ഇത് നോക്ക്, ബെസ്റ്റ്. അതും ഡോറിൻ്റെ അടുത്ത്. ഞാൻ വിചാരിച്ചാലും വൃത്തി കേട്ടോ കോച്ചിൽ. ഞാൻ ഇത്രയും വൃത്തി പ്രതീക്ഷിച്ചില്ല. നല്ല മെയിൻറ്റെയിൻഡ് കോച്ചും കൂടാണ് കേട്ടോ. നല്ല മെയിൻറ്റെയിൻഡ് കോച്ചാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അകത്ത്. നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ കൂടെ മറ്റേ ടവല് വരെ അതിനകത്ത് തന്നിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. ഹൗറയിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. കൊള്ളാം. കറക്റ്റ് അരമണിക്കൂർ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ട് 1:07 വന്നു. ഇപ്പോൾ ഇവിടുന്ന് 1:37 കറക്റ്റ് അരമണിക്കൂർ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് വിട്ടിരിക്കുകയാണ്. ഈ വിശാഖപട്ടണത്ത് നിന്ന് വിടുമ്പോൾ ഉള്ള ആ ഒരു സീനറി കേട്ടോ, ആ മലയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ. മഴയും കൂടെ പെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കാണാൻ വേണ്ടി. ഇടുമല്ലേ, അടിപൊളി. അപ്പോൾ ഇതാണ് മറ്റേ വിശാഖപട്ടണം ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. നോക്ക്, വാ അടിപൊളിയല്ലേ. ദൂരെ ലോക്കോ നോക്ക് കിടക്കുന്ന പുറകിൽ. അയ്യോ, P7 ഒക്കെ ചാകര എത്ര എണ്ണം അങ്ങോട്ടും കിടക്കുക. സ്ഥലമുണ്ട് അങ്ങോട്ട്. ആ പുറയിലത്തെ ആ മലയുടെ ആ സീൻ കണ്ടോ, രസമല്ലേ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ പൊളി. എന്തോരോ കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കിടക്കുകയാണ് നിറച്ച് ചാകര പോലെ. എൻ്റെ ദൈവമേ, ഈ സാധനത്തിൻ്റെ മുകളിൽ കയറുന്ന കുറച്ച് ചടങ്ങ് കേട്ടോ. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടായി. ഡോറിനടുത്ത് സൈഡ് അപ്പുറം കയറുന്നത്. അത് ഈ ഡോർ എപ്പോഴും തുറക്ക് കിടക്കുകയും ചെയ്യും. രാത്രി ഉറക്കമൊന്നും കാണത്തില്ല എന്തായാലും, അത് ഉറപ്പാണ്. ഈ വണ്ടി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഈ വണ്ടി ഒരു കാര്യത്തിൽ ഇത് കുറച്ച് ഫേമസ് ആണ്. ഫേമസ് എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ കോറമണ്ഡൽ എക്സ്പ്രസ്സിന് ആക്സിഡൻറ്റ് ഉണ്ടായ ഓർമ്മയുണ്ടോ? ആ സമയത്ത് കോറമണ്ഡൽ എക്സ്പ്രസ് മറ്റേ ഗുഡ്സിൻ്റെ പുറയിൽ ഇടിച്ചപ്പോൾ കോറമണ്ഡൽ എക്സ്പ്രസ്സിൻ്റെ ഒരു ഭാഗം അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ട്രെയിനിൻ്റെ ബാക്കിൽ പോയി ഇടിച്ചെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? ആ വണ്ടിയാണ് ഈ വണ്ടി. ആ വണ്ടി SMVT ബാംഗ്ലൂരിൽ നിന്ന് ഹൗറയ്ക്ക് പോകുന്നതായിരുന്നു. അപ്പോൾ ആ വണ്ടിയിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇതിൻ്റെ ആ വണ്ടിയുടെ ബാക്കിലത്തെ ജനറൽ എങ്ങാണ്ട് പോയി അതിൻ്റെ ഭാഗം ഇടിച്ച്. എന്നിട്ട് ആ 2 ജനറലും ഇതുപോലെ എന്തോ മൊത്തം പൊടിയായി. ബാംഗ്ലൂർ ഹൗറ റൂട്ടിൽ ഇഷ്ടം പോലെ ട്രെയിനുകളുണ്ട്. അതിൽ ഒരു ഡെയിലി വണ്ടിയാണ് ഈ ട്രെയിൻ നമ്പർ 12863 SMVT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. നമ്മളിപ്പോൾ ദുവടയൊക്കെ എത്താറായിട്ടുണ്ട്. വണ്ടി ഒരു
1.25 മണിക്കൂർ ലേറ്റാണ്. പക്ഷേ ഇതിപ്പോൾ ഈ ഡിലേ വെച്ച് പോവുകയാണെങ്കിൽ നമ്മൾ KRപുരമൊക്കെ ഓൺ ടൈം എത്താൻ സാധ്യതയുണ്ട്, വേറെ തേപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ. മുന്നിൽ നമ്മുടെ അമരാവതി മോളൂസ് ഉണ്ട്, അതാണ് ഈ സാധനം ഇട്ട് ഉരുട്ടുന്നത് കേട്ടോ. നമ്മളെ വണ്ടി കയറി പോകുമെന്ന് എനിക്കറിയത്തില്ല, കാരണം നമ്മളാണ് ആദ്യം പോകേണ്ടത്. ടൈമിംഗ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശകലം ലേറ്റ് ആയിട്ടാണ് കയറ്റി വിട്ടാൽ ഭാഗ്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്ന് കടന്ന് സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു താങ്ക് യു ബോർഡൊക്കെ ഉണ്ട്. അയ്യോ ரொம்ப നന്ദി. ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. നമ്മളങ്ങനെ പ്രശാന്തി എക്സ്പ്രസ്സിനെ നരസിംഗപ്പള്ളി എന്ന സ്റ്റേഷനിൽ വെച്ച് ഓവർടേക്ക് അടിച്ചിരിക്കുകയാണ്. ഇനി മറ്റേ ഷാലിമാർ വാസ്കോഡ ഗാമ അമരാവതി ഉണ്ട് ഫ്രണ്ടിൽ, അതിനെ ഇനി ഓവർടേക്ക് അടിക്കുമെന്ന് അറിയത്തില്ല. ഷെഡ്യൂൾ പ്രകാരം അത് നമ്മുടെ പുറകിലാണ് വരേണ്ടത്. നോക്കാം, ഓവർടേക്ക് അടിക്കുമെന്ന് നോക്കാം. ഇത് നല്ല കിടിലൻ വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോച്ചാണ്, സ്ലീപ്പർ മാറ്റിയെടുത്തിയാൽ AC നല്ല കോച്ചാണ്, നല്ല റണ്ണാണ്. ഇതിന് നല്ല അഗ്രസീവ് ടൈം ടേബിൾ അവർ കൊടുത്തേക്കണേ. അതായത് ഹൗറയിൽ വിശാഖപട്ടണം വരെ സ്ലാക്ക് തീരെയില്ല, നല്ല അടിച്ചു വിട്ട് വരുന്ന രീതിയിലാണ് ടൈം ടേബിൾ കൊടുത്തേക്കണേ. നല്ല ആവറേജ് സ്പീഡ് ഉണ്ട് ഈ വണ്ടിക്ക്. നമ്മുടെ SMVT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് ഇപ്പം സാമൽകോട്ട് ജംഗ്ഷന്റെ ഔട്ടറിൽ എത്തിയിരിക്കുകയാണ്. മറ്റേ അമരാവതി നമ്മൾ ഓവർടേക്ക് അടിച്ചിട്ടില്ല കേട്ടോ, അത് സ്റ്റിൽ ഫ്രണ്ടിലുണ്ട്. അതവിടെ സാമൽകോട്ട് ജംഗ്ഷനിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ 10 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ലേറ്റ് ആവാൻ ചാൻസ് കുറവാണ്. എന്നാൽ സൗത്ത് സെൻട്രൽ റെയിൽവേ അത്ര പണി തരത്തില്ല ഈ വണ്ടിയിൽ അല്ല, അങ്ങനെ പണി തരാറില്ല ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേനെ പോലെ തന്നെ. പിന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ പ്ലസ്സൊക്കെ ലേറ്റ് ആയാലേ പണി തരത്തുള്ളൂ. ഈ അമരാവതിയിൽ നമ്മൾ ഇതിനായിട്ട് ഓവർടേക്ക് അടിച്ചിട്ടില്ല, അതിന് ഓവർടേക്ക് അടിക്കുമെന്ന് അറിയത്തില്ല, കാരണം അതിൻ്റെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ഓട്ടോമാറ്റിക് സിഗ്നലായതുകൊണ്ട് പിടിച്ചിടത്തില്ല, ഇങ്ങനെ പയ്യെ പുറകെ പോയിക്കൊണ്ടിരിക്കും. കാക്കിനട ഉണ്ടല്ലോ, കാക്കിനടയിൽ നിന്നും വരുന്ന ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ അതിവിടെ സാമൽകോട്ട് ജംഗ്ഷനിൽ വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ഈ കാക്കിനടയിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഈ സാമൽകോട്ട് കയറിയിട്ട് അവിടെ നിന്നാണ് പിന്നെ വിജയവാഡ ഭാഗത്തേക്ക് പോകുന്നത്. നമ്മുടെ കോച്ചിലുണ്ട് IR മാർക്കിംഗ് ഉണ്ടോ, ഇന്ത്യൻ റെയിൽവേ. ഇനി ഇങ്ങനെയാണ് നമ്മുടെ കോച്ചുകളെല്ലാം മാർക്കിംഗ് വരുന്നത്. സോൺ മാർക്കിംഗ് അല്ല, ഇനി ഇന്ത്യൻ റെയിൽവേ മാർക്കിംഗ് ആണ്, ഭാരതീയ റെയിൽവേ. ഒരു കാക്കിനട തിരുപ്പതി എക്സ്പ്രസ് ഇപ്പോൾ വരെ അതിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ് കാണുന്നത്. ഫുൾ ആൾക്കാരൊന്നും ഉണ്ടോ, തിരുപ്പതിക്ക് പോകുന്ന വണ്ടിയാണ്, അതിപ്പോൾ വരും. ഓരോ സ്റ്റേഷൻ്റെ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിടുകയാണ്. അമരാവതി ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് അമരാവതി പയ്യെ ആയതൊന്ന് പോകുന്നത്. എനിക്ക് ഈ വണ്ടിക്ക് ടിക്കറ്റ് കിട്ടി ശരിക്കും പറഞ്ഞാൽ വലിയ അത്ഭുതമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മളെപ്പോഴും ഈ ഞാൻ തത്കാല് തന്നെയാണ് എടുക്കുന്നത്, ഫോണിൽ തന്നെ എടുക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തത്കാലം എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ ഈ അതിഥി തൊഴിലാളികളുടെ വണ്ടിയൊക്കെ നമുക്ക് തത്കാലം നോക്കാൻ പോയി കിട്ടത്തില്ല, എസ്പെഷ്യലി വിവേക് പോലത്തെ ഐറ്റംസൊക്കെ. ഹൗറയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് വരുന്ന ഏത് വണ്ടി നോക്കിയാലും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പേരൊക്കെ അടിച്ച് സെറ്റാക്കി ബാക്കിയുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴേക്കും തീർന്നു പോകും. പക്ഷേ ഇത് എനിക്കറിയില്ല എങ്ങനെയാണ്. ഞാൻ വിശാഖപട്ടണം പോയിട്ട് തിരിച്ച് എനിക്ക് മംഗലാപുരം പോകണം. അപ്പോൾ ബാംഗ്ലൂർ വഴി മംഗലാപുരം പോകാമെന്ന് വെച്ചു. അപ്പോൾ ബാംഗ്ലൂർക്ക് നോക്കിയപ്പോൾ വണ്ടി പ്രശാന്തി എക്സ്പ്രസ് ഉണ്ട്, അതിനാണ് ആദ്യം ബുക്ക് ചെയ്തിട്ടത്. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് കൺഫേം ആവുമെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ തത്കാലം ചുമ്മാ ഈ വണ്ടിക്ക് തരുന്ന തത്കാലം നോക്കി എന്തോ ഭാഗ്യത്തിന് കിട്ടി. സെക്കൻഡ് AC ആണ് എടുത്തത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അടിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ 2 മിനിറ്റിനുള്ളിൽ സാധനം കിട്ടി. സൈഡപ്പുറം ബെർത്ത് ആയാലും സീറ്റ് ആയാലും കുഴപ്പമില്ല, സീറ്റ് കിട്ടിയില്ല, അതിൻ്റെ വലിയ കാര്യമാണ്. അതുപോലെ ഇത്രയും ബിസിയസ്റ്റ് റൂട്ടിൽ
തൽക്കാലമൊക്കെ എടുത്ത് സീറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ വലിയ ഭാഗ്യമാണ്. അങ്ങനെയാണ് ഈ വണ്ടിക്ക് സീറ്റ് കിട്ടിയത്. പഴയ ലോക്കോ ഉണ്ടോ WG5 HRCയുടെ എന്തോ പഴയ നോക്ക് തുരുമ്പിച്ച് ഒരു പരിവായിട്ടിരിക്കുന്ന ലോക്കോ ഇപ്പോൾ കണ്ടത്. ഇവിടെ കണ്ട ട്രാക്കൊക്കെ ഫുള്ള് പൊളിച്ചിട്ടേക്കുന്നു. ട്രാക്കൊന്നും ഇല്ല ഇവിടെ പ്ലാറ്റ്ഫോമിൽ. അയ്യോ ദൈവമേ, നമ്മുടെ ട്രെയിൻ വളരെ പയ്യെ പോകുന്നത്. ഇവിടെ എന്തോ മാസീവ് നല്ല വലിയ പണി നടക്കുവാണ്. ട്രാക്കൊക്കെ ഫുൾ പൊളിച്ച് മാറ്റി വേറെ ട്രാക്ക് വെക്കാനായിരിക്കും. നമ്മുടെ ഹൗറ SMVT ബാംഗ്ലൂർ വേണ്ട 1.5 മണിക്കൂർ ലേറ്റായിട്ട് ഇവിടെ രാജമന്ത്രി അല്ലെങ്കിൽ രാജമഹേന്ദ്രവരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉരുട്ടി ആ അമരാവതിയുടെ പുറകിലാണ്ടിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഓവർടേക്ക് കൊടുക്കുന്നില്ല. പക്ഷേ പ്രശാന്തി എക്സ്പ്രസ് നമുക്ക് വേണ്ടി വഴിമാറി തന്നു. പക്ഷേ അമരാവതി വഴിമാറി തരുന്നില്ല. വിശാഖപട്ടണത്തിന്റെ ഒരു WDG4Dയും WDG4ഉം വെച്ചൊരു ഗുഡ്സ് പോകുന്നുണ്ടോ. ഈ റൂട്ടിലൊക്കെ ഡീസൽ ലോക്കോ വെച്ച് പോകുന്നതൊക്കെ ഭയങ്കര റയറാണ്. നമ്മൾ ഓവർടേക്ക് അടിച്ച പ്രശാന്തി എക്സ്പ്രസ് തൊട്ട് പുറകിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വരുമെന്നും പറഞ്ഞൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട് എടുത്തപ്പോഴേക്കും മറ്റേ പ്രശാന്തി എക്സ്പ്രസ് കണ്ട് നമുക്ക് പാരലായിട്ട് കണ്ട് ഇവിടെ വന്ന് കയറുവാണ്. അത് കയറി നമ്മൾ ആദ്യം വിട്ടു. അത് തൊട്ട് പുറകിലുണ്ട്. നമ്മുടെ തൊട്ട് പുറകിലുണ്ട്. കയറി പോകത്തൊന്നുമില്ല. അത് നമ്മുടെ പുറകിൽ വരേണ്ട വണ്ടി, അതുകൊണ്ട് അത് കയറി പോകത്തില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റോഡ് കം റെയിൽ ബ്രിഡ്ജാണ് കേട്ടോ. ഈ നദി ഗോദാവരി നദിയാണ്. നമ്മുടെ ട്രെയിനിന് മുകളിലെ റോഡാണ്, അറിയോ? ആ റോഡിൽ കൂടെ ഈ വാഹനങ്ങളൊക്കെ പോകും. അതിൻ്റെ താഴെ റെയിലും, അതായത് ഒരു പാലത്തിൽ തന്നെ മുകളിൽ റോഡും താഴെ ട്രാക്കും. അടിപൊളിയല്ലേ? റോഡ് കം റെയിൽ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ 4th ലോങ്ങസ്റ്റ് റോഡ് കം റെയിൽ ബ്രിഡ്ജാണിത്. ഗോദാവരി റോഡ് കം റെയിൽ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു പാലത്തിന് 4.1 കിലോമീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്, അറിയാം? 4 കിലോമീറ്റർ. എന്തോ അല്ലേ, നല്ല വലിയൊരു പാലമാണ് കേട്ടോ. അപ്പോൾ റോഡ് കം റെയിൽ ബ്രിഡ്ജിൽ കൂടെ ആണ് ഈ പോകുന്നത്. അതായത് വിശാഖപട്ടണത്തിന് നിന്ന് വിജയവാഡ പോകുന്ന ഈ ഒരു ട്രാക്ക് മാത്രമേ ഈ റോഡ് കം റെയിൽ ബ്രിഡ്ജിൽ കൂടെ പോകത്തുള്ളൂ. മറ്റേ ലൈന് സാധാരണ ഒരു പാലം മാത്രമാണ്. നമ്മുടെ വണ്ടി രാജമന്ത്രി സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കൊവ്വൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ട് ലൂപ്പ് ട്രാക്കിൽ കയറ്റി സെക്കന്ദരാബാദ് പോകുന്ന വിശാഖപട്ടണം സെക്കന്ദരാബാദ് വന്ദേ ഭാരത് പുറകിലുണ്ട്. അതിപ്പോൾ അതായിട്ട് ഈ ട്രാക്കിൽ കൂടെ നമ്മളെ ഓവർടേക്ക് അടിച്ച് പോകും കേസ്. അതിന് വേണ്ടി ഏതൊക്കെ വണ്ടികളെ പിടിച്ചിട്ടേക്കെന്ന് അറിയുമോ? പ്രശാന്തി എക്സ്പ്രസ് പുറകിലുണ്ടായിരുന്നു, അത് രാജമന്ത്രി കിടക്കുകയാണ്. നമ്മളെ ഈ സ്റ്റേഷനിൽ പിടിച്ചിട്ടു. അമരാവതി എക്സ്പ്രസ്സിനെ അടുത്ത സ്റ്റേഷനിൽ പിടിച്ചിട്ടു. അപ്പോൾ ഈ 3 വണ്ടീനെയും പിടിച്ചിട്ടാണ് ഈ വണ്ടി ഇപ്പോൾ അവർ ത്രൂ കയറ്റി വിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. കൺട്രോളിങ് അമ്മേ ഭയങ്കര. വന്ദേ ഭാരതിൻ്റെ പ്രയോറിറ്റി ഭയങ്കരമാണ്. നോക്കുമ്പോണ്ട് നമുക്ക് ലൈറ്റൊക്കെ ഇട്ടത്. കൊള്ളാം പൊളി. വിശാഖപട്ടണം സെക്കന്ദരാബാദ് വന്ദേ ഭാരതാണ് ഈ പോകുന്നത്. നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് അക്നോളജ് ചെയ്തു.
ഓവർടേക്ക് ചെയ്യേണ്ട ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഈ വണ്ടിയിൽ കയറുന്ന ഭൂരിഭാഗം ആൾക്കാരും ബാംഗ്ലൂർ വരെ പോകുന്ന ആൾക്കാരാണ്. ഇടയ്ക്ക് ഇറങ്ങത്തൊന്നുമില്ല. ഫുൾ എൻഡ് ടു എൻഡ് യാത്രക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എപ്പോഴും ഫുള്ളായിരിക്കും. ഒരു വേക്കൻ സീറ്റ് പോലും എങ്ങും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ല, തൽക്കാലം എടുത്ത് തന്നെ എന്തോ ഭാഗ്യത്തിനാണ് കിട്ടിയത്. അല്ലെങ്കിലും ഈ ഹൗറ ബാംഗ്ലൂർ, ഹൗറ, ചെന്നൈ റൂട്ടൊക്കെ ഭയങ്കര ബിസിയസ്റ്റ് എപ്പോഴും. ഈ വണ്ടി എല്ലാ ദിവസവും ഹൗറയിൽ നിന്ന് രാത്രി 10:45 എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ 7 മണിക്കാണ് ഇത് SMVT ബാംഗ്ലൂർ എത്തണത്. ഞാൻ KR-പുരത്ത് ഇറക്കും. KR-പുരം ശരിക്കുള്ള ടൈം 5:53 എത്തുമ്പോൾ ഒരു 8 മണി, 9 മണിയൊക്കെ ആവുമായിരിക്കും. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ 50 മിനിറ്റ് ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ. പ്രയോറിറ്റി കൊടുത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറയും, എന്നാലും ഒരു മണിക്കൂർ ഡിലേ മിനിമം ഉണ്ടാവും. ഇപ്പോൾ പോയത് ചെന്നൈയിൽ നിന്ന് ഭുവനേശ്വർ പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ആണ് ഇപ്പോൾ പോയത്. നമ്മളിപ്പോൾ ഏലൂർ എന്നുള്ള സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പുണ്ട്. ഈ വണ്ടിയുടെ റൂട്ട് വരുന്നത് നമ്മളിപ്പം വരുന്ന വഴിക്ക് ഇപ്പം വിശാഖപട്ടണം, അതിന് പിന്നെ നമ്മൾ വിജയവാഡ നമ്മൾ തെനാലി, പിന്നെ ഗുഡൂർ, അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് റണികുന്ത, തിരുപ്പതി വഴിയായി വണ്ടി പോകുന്നത്. തിരുപ്പതി നമ്മൾ കാട്ട്പാടി, ജോളാർപേട്ട, കുപ്പം വഴി നമ്മൾ SMVT ബാംഗ്ലൂർ ചെല്ലും. അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. നമ്മൾ വിജയവാഡ എത്താറായി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. 1 മണിക്കൂർ 10 മിനിറ്റ് ഇപ്പോൾ ലേറ്റാണ്. വിജയവാഡ വെച്ച് നമ്മുടെ വണ്ടിയുടെ ക്രൂ ഒക്കെ മാറും. വിശാഖപട്ടണത്ത് നിന്ന് കയറിയ ക്രൂ ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ മാറും. നമ്മുടെ വണ്ടിയുടെ പുറകിൽ കുറേ വണ്ടിയുണ്ട്. പ്രശാന്തി എക്സ്പ്രസ്, പട്ന എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, കുറേ വണ്ടി അതുകൊണ്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മുന്നിൽ പോയ അമരാവതി എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് മറ്റേ വിജയവാഡ കഴിഞ്ഞിട്ട് ഒരു കൃഷ്ണ കനാൽ ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് അത് മംഗളഗിരി വഴി അത് ഗുണ്ടൂർ പോയി അങ്ങനെയാണ് അത് മറ്റേ വാസ്കോ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീനില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ തെനാലി, മറ്റേ ഒങ്കോൽ, നെല്ലൂർ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഏതോ ഒരു ഹംസഫർ പോകുന്നു. എനിക്ക് തോന്നുന്നു അഗർത്തല ഹംസഫർ ആണോ എന്നൊരു സംശയമുണ്ട്. അതാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഫുൾ AC വണ്ടിയാണ്. വന്ദേ ഭാരത് ഇറങ്ങി വരാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് നേരം പിടിച്ചേ. ഇതാണ് നമ്മൾ നേരത്തെ ഓവർടേക്ക് അടിച്ച വന്ദേ ഭാരത്, വിശാഖപട്ടണം സെക്കന്ദരാബാദ്. അപ്പോൾ അത് ഇറങ്ങി പോകാൻ നേരത്ത് നമ്മൾ കണ്ട് കയറുക. ഈ വിജയവാഡ സ്റ്റേഷൻ സൈഡിൽ തന്നെ ഒരു ഹില്ലുണ്ട്. അതിൻ്റെ പേര് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഗാന്ധി ഹില്ലെന്നാണ് കേട്ടോ. നല്ല രസമുണ്ട്. ആ പോകുന്ന വഴി അതൊന്ന് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചേക്കുന്നത്. ഒന്നര മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ക്രൂ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളം നിറച്ചു. അപ്പോൾ ഇവർ മിക്കവാറും തിരുപ്പതി അല്ലെങ്കിൽ റണികുന്ത വരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ തിരുപ്പതിയൊക്കെ എത്തുന്നത് രാത്രിയിലാണ്. അപ്പോൾ അവിടെ വരെ ആയിരിക്കും ഇവിടുന്ന് കയറുന്നവർ ഓടിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം പ്രയോറിറ്റി കിട്ടി വേഗം പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയപ്പോഴേ വിജയവാഡ അതിന് വലിയ ലേറ്റ് ആവാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ തെനാലി ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് ഈ ഗുണ്ടൂർക്ക് ലൈൻ തിരിയുന്നൊരു സ്ഥലമാണേ. ഏതൊരു അമൃതഭാരതൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അമൃതഭാരത് കിടക്കുന്നത് ഏതാണെന്നറിയത്തില്ല, നോക്കട്ടെ. ഈ റൂട്ടിൽ പിന്നെ കുറേ അമൃതഭാരത് ഉള്ളതുകൊണ്ടേ നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല.
ഏതാണ് ചെർണപ്പള്ളി, നാഗർകോവിൽ ചെർണപ്പള്ളി. നമ്മുടെ മംഗലാപുരം നാഗർകോവിൽ അമൃതഭാരതില്ലേ, അതിനിപ്പോൾ ഈ ചെർണപ്പള്ളി നാഗർകോവിൽ അമൃതഭാരതി റൈറ്റ് ഷെയറിംഗ് ഉണ്ടേ. അപ്പോൾ അതാണ് ഈ കാണുന്നത്, നാഗർകോവിൽ ചെർണപ്പള്ളി അമൃതഭാരത്. നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടി ഇത്. ഈ അമൃതഭാരത് ഇവിടെ ബിഫോർ ടൈം അടിച്ചു വന്ന് കിടക്കുകയാണേ. ഇത് ഇവിടുന്ന് ഗുണ്ടൂർ മറ്റേ ശബരി എക്സ്പ്രസ് പോകുന്ന വഴിയാണ് ഇത് പോകുന്നത്. ഇത് വെളുപ്പിനെ 4:30 ഇത് ചെർണപ്പള്ളി എത്തും കേട്ടോ. നമ്മുടെ ഈ കോച്ച് ഇപ്പോൾ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആണെങ്കിലും ഇത് പണ്ട് മുംബൈ ഡിവിഷൻ്റെ കോച്ചാണ്. ഇത് കണ്ടോ, മുംബൈ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ വാടി ബുന്ദർ കോച്ചിൻ ഡിപ്പോയിലെ കോച്ചായിരുന്നു കേട്ടോ. ഈ വണ്ടിക്ക് മറ്റേ CSMT ഹൗറ ഒരു മെയിലുണ്ട്, നമ്മുടെ കൊൽക്കട്ട മുംബൈ മെയിൽ. ആ മെയിലുമായിട്ട് റൈറ്റ് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ മുംബൈ പോയപ്പോൾ ഇവരുടെ കോച്ച് വല്ല സിക്കായിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും കോച്ചെടുത്ത് കയറ്റിയതായിരിക്കും. നമ്മുടെ വണ്ടിക്ക് ബപ്പട്ല എന്ന സ്ഥലത്ത് സ്റ്റോപ്പുണ്ടേ. നമ്മൾ കൊല്ലം വിശാഖപട്ടണത്തിന് പോകാൻ നേരത്തെ ഇവിടെ നിന്ന് സ്റ്റോപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിന് ബപ്പട്ല പിന്നെ ചിരാള അങ്ങനെ കുറച്ച് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ചെയിൻ പഠിച്ച് ചെയിൻ പഠിച്ച് വണ്ടിയിൽ. ഇത് നമ്മുടെ വണ്ടിയുടെ പേര് വണ്ടിയാണ്, SMVT ബാംഗ്ലൂർ ഹൗറയില്ല ആ വണ്ടി ഇത് കേട്ടോ. ചെയിൻ പഠിച്ചാൽ ശബ്ദം കേട്ടത് എന്തോ ഒക്കെ പരിപാടിയാണ് അത്. അടുത്ത അമൃതഭാരത് പോകുന്നു. എന്തുവാണ് ഇത്, അമൃതഭാരതിന്റെ മേളയോ? ഇതേതാ ഇത്? താമ്പരം സന്ദ്രാഗച്ചി, നമ്മുടെ ട്രിവാൻഡ്രം താമ്പരം അമൃതഭാരതിന്റെ റൈറ്റ് ഷെയറിംഗ് അതാണ് പോകുന്നത് കേട്ടോ. താമ്പരം സന്ദ്രാഗച്ചി, താമ്പരത്തുനിന്ന് ഇന്ന് ഉച്ചക്കാണ്ട് വിട്ടാൽ തോന്നുന്നുണ്ട്. നമ്മളിപ്പോ ഒങ്കോളെത്തി. ഇപ്പൊ സമയം 9:45, 10 മണിയാകുന്നു. സമയം രാത്രി 10:45. ഉറങ്ങാൻ പറ്റുന്നൊന്നും അറിയത്തൊന്നുമില്ല. ഈ ഡോറിങ്ങനെ ഇടയ്ക്ക് കിടക്കുകയും ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ നമ്മളൊരു 7-7:30 ആകുമ്പോൾ കേർപ്പുരം എത്തുമായിരിക്കും. രാവിലെ കാണാം. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ സമയം 6 മണിയാവുന്നു. നമ്മളങ്ങനെ ജോളാർപേട്ട കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ റൂട്ടിൽ കയറിയിരിക്കുകയാണ്. വണ്ടി സെയിം ഡിലേ തന്നെയാണ്, കൂടെ ഡിലേ ഒന്നും ആയിട്ടൊന്നുമില്ല. 1.25 മണിക്കൂർ ഡിലേ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ നമ്മളൊരു 7:15-7:30 ആകുമ്പോൾ നമ്മൾ കേർപ്പുരം എത്തും. നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ കയറിയിട്ട് വീണ്ടും ആന്ധ്രാപ്രദേശിൽ കയറുക. ആന്ധ്രാപ്രദേശിൽ കയറിയിട്ട് വീണ്ടും കർണാടകത്തിൽ കയറും. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ കുപ്പം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെളുപ്പിനെ 4:47 നമ്മുടെ വണ്ടി എത്തേണ്ടത്. ഇപ്പോൾ സമയം 6:19. ഐലൻഡ് എക്സ്പ്രസ് ഉണ്ടല്ലോ ബാംഗ്ലൂരിൽ നിന്ന് വിടുന്നത്, അത് കുറച്ച് ദിവസമായിട്ട് റീഷെഡ്യൂൾഡായിട്ട് വിട്ട് നിങ്ങളെ കണ്ടായിരിക്കും. അപ്പോൾ അതിന് കാരണം എന്താണ്ട് അവിടെ കണ്ടോ, അവിടെ മറ്റേ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഇല്ലേ, നമ്മുടെ ഈ മുകളിലത്തെ ഈ സാധനം കണ്ടോ, ഇത് അവിടെ വേറെ ഒരെണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഐലൻഡ് എക്സ്പ്രസ് പോകുന്ന സമയത്ത് ഇവരൊരു ലൈൻ ബ്ലോക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇത് മുകളിൽ ഈ കരുനാഗപ്പള്ളിയുടെ മുകളിൽ കൂടെ വേണ്ടി ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഐലൻഡ് റീഷെഡ്യൂളാക്കി വിട്ടത്. അത് അധികം വണ്ടി ഇല്ലാത്ത സമയത്ത് അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആ ഒരു FOB അവർ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഐലൻഡ് എക്സ്പ്രസ് കുറച്ച് ദിവസമായിട്ട് റീഷെഡ്യൂളാക്കി വിട്ടത്. അപ്പോൾ അത് ഓരോ ദിവസവും ഇങ്ങനെ അതിൻ്റെ കുറച്ച് പണിയെ അവർ ചെയ്യത്തുള്ളൂ. ഒറ്റയടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ക്രെയിനും സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ. ഐലൻഡ് മാത്രമല്ല, ആ സമയത്ത് ഈ റൂട്ടിൽ കൂടെ പോകുന്ന കുറേ വണ്ടികൾക്കൊക്കെ ഇതുപോലെ റെഗുലേഷനും പിന്നെ റീഷെഡ്യൂളും ഒക്കെ ഉണ്ട്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിട്ട് വരുന്നുണ്ടേ, നോക്കിക്കോളേ. ഒന്നര മണിക്കൂർ ലേറ്റായിട്ട് നമ്മളങ്ങനെ ബംഗാരപ്പേട്ട് എത്തി. നമ്മുടെ തൊട്ട് പുറയിലാണ് ട്രിവാൻഡ്രം നോർത്ത് മൈസൂർ എക്സ്പ്രസ് ഉള്ളത്. തൊട്ട് പുറയിലുണ്ട്. അത് ആ ജോളാർപേട്ട ബൈപ്പാസിൽ നിന്ന് കയറിയതാണ്. അത് കയറി പോകത്തൊന്നുമില്ല, കാരണം നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് അല്ലേ. കുറേ പേരൊക്കെ കയറാനൊക്കെ കണ്ട്. ഇവരെങ്ങനെ കയറുമെന്ന് എനിക്കറിയത്തില്ല. സ്ലീപ്പറിലൊക്കെ കയറുമായിരിക്കും, ജനറലൊക്കെ അതുപോലെ ഇടിയല്ലേ. അവിടെ കയറാനുള്ള ഇടി കണ്ടോ, AC-യിലും സ്ലീപ്പറിലും എല്ലാം വലിഞ്ഞ് കയറുന്നുണ്ടോ കണ്ടോ. നോക്കിയേ, എന്തുവാടേ ഇത്, കയറാൻ പോലും പറ്റുന്നില്ല. ഇതാകെ 1938 കിലോമീറ്റർ ഓടുന്നുള്ളത്. അതുകൊണ്ട് ഇതിന് ബാംഗ്ലൂർ സെക്കൻഡറി മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇതിവിടെ ബാംഗ്ലൂർ രാവിലെ 7 മണിക്ക് എത്തിയാൽ തിരിച്ച് 10:40 എടുക്കും. എന്നിട്ട് അടുത്ത ദിവസം രാത്രി 8:10 ഇത് ഹൗറ എത്തുന്നത്. അപ്പോൾ ഇതിന് സെക്കൻഡറി മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ബാംഗ്ലൂരില്ല. അങ്ങനെ നമ്മൾ KR പുരം എത്തുകയാണ്. എൻ്റെ ഇവിടെ കുറേ ചത്ത ഡീസലൊക്കെ കാണാം. നമുക്ക് എൻ്റെ ദേവി എന്തോ നമുക്ക് ആക്രി പോലെ കിടക്കുന്നുണ്ട്. എല്ലാവരും തൂക്കിയെടുത്ത് വിൽക്കുമായിരിക്കും. KGM മറ്റേ ഡീസൽ ലൊക്കോഷനാണ് കാണുന്നത്. കുറേ ആൽക്കോയും അത് ഇതെല്ലാം കിടപ്പുണ്ട്. എല്ലാം തൂക്കിയെടുത്ത് വിൽക്കാൻ വേണ്ടിയാണല്ലോ. നമ്മളിനി KR പുരം എത്തിയിട്ട് ഇനി നമ്മൾ രാത്രി പോകുന്നത് മംഗലാപുരത്തേക്കാണ്. മംഗലാപുരം പോകുന്ന മറ്റേ SMBT മുരുഡേശ്വർ ഒരു വണ്ടിയുണ്ട്, അതിന് കയറി മംഗലാപുരം പോകും. മംഗലാപുരം പോകുന്ന മറ്റേ മംഗലാപുരം പുതുച്ചേരി എക്സ്പ്രസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ കണ്ട് KR പുരം കയറാൻ പോവുകയാണ്. ഔട്ടറി കുറച്ച് നേരം പിടിച്ചിട്ടായിരുന്നു. അങ്ങനെ 7:45 നമ്മൾ ഇവിടെ KR പുരം എത്തി. നമ്മൾ വിശാഖപട്ടണത്ത് നിന്ന് എപ്പോഴും ഉച്ചയ്ക്ക് 1:30 കണ്ട് കയറിയാണ്. അപ്പോൾ ഇനി നമ്മൾ മംഗലാപുരം പോകുന്ന യാത്രയാണ് അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അഭിജിത്ത് എന്ന പുള്ളിയുടെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് രാത്രിയിലാണ് വണ്ടി കേട്ടോ, 8:30 അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങി. ഞാനിപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇനി തിരിച്ച് രാത്രിയിൽ വണ്ടി കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ രാത്രി തിരിച്ച് മംഗലാപുരം പോകുന്ന യാത്ര അടുത്തൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ഫ്രീ ആയിട്ടൊരു അപ്ഗ്രേഡ് കിട്ടി. ഞാൻ ബുക്ക് ചെയ്തിരുന്നത് സെക്കൻഡ് AC ആയിരുന്നു, RAC ടിക്കറ്റ് ആയിരുന്നു. അത് ചാർട്ട് വന്നപ്പോഴേക്കും കൺഫേമായി അപ്ഗ്രേഡായി ഫസ്റ്റ് AC-യിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അമ്മേ, ഇതെൻ്റെ 5ാമത്തെ അപ്ഗ്രേഡാണ്. എനിക്ക് ഓട്ടോ അപ്ഗ്രേഡേഷൻ കിട്ടുന്നതിൽ 5ാമത്തെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ഗ്രേഡ് ആയത്, എങ്ങനെയാണ് ഫ്രീ ആയിട്ട് നമുക്ക് അപ്ഗ്രേഡ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. നമ്മുടെ SMBT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് ഹൗറ SMBTയുടെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അപ്പോൾ അടുത്ത നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ സെക്കൻഡ് AC-യുടെ പൈസയ്ക്ക് ഫസ്റ്റ് AC-യിലാണ് അടുത്ത ദിവസം പോകാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യുന്നത്, അതിൻ്റെ സംഭവങ്ങളൊക്കെ അടുത്ത ദിവസം പറഞ്ഞുതരാം. അപ്പോൾ ബൈ.